പാർട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിൻ്റെ ഫയലിംഗ് പാർട്ണറിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ അതിൻ്റെ ഇത് സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അടുത്തൊരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിന് ഫോർവേഡ് ആവുള്ളൂ. അതിന് മുമ്പ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്, അറ്റേണി, വക്കീൽ ഇവരെ കൊണ്ട് ഇത് ചാർട്ടർ അക്കൗണ്ടൻറ്റ് ഇവരെ കൊണ്ട് നമ്മളിത് അറ്റസ്റ്റ് ചെയ്യിക്കണം. അപ്പോൾ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് പറയാം. നമ്മളുടെ ഫയലിംഗ് പാർട്ണറുടെ അക്കൗണ്ടിൽ നിന്ന് ചെയ്ത് കഴിയുമ്പോൾ ഒരു റെഫറൻസ് ID കിട്ടും. അപ്പോൾ ഈ ID നമ്മൾ അപ്പുറത്തെ പാർട്ണറുടെ ആളുമായിട്ട് ഷെയർ ചെയ്യണം. ഈ ID ഇതാണ് റെഫറൻസ് നമ്പർ, ഇത് ഷെയർ ചെയ്യണം. ഇനി അറ്റസ്റ്റിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ അറ്റസ്റ്റിംഗ് ഓഫീസർ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട് അറ്റസ്റ്റിംഗ് ഓഫീസർക്ക്. അറ്റസ്റ്റിംഗ് ഓഫീസർ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അറ്റസ്റ്റിംഗ് ഓഫീസറുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഫോട്ടോ, ID പ്രൂഫും ഇതെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അറ്റസ്റ്റിംഗ് ഓഫീസറിന് ഒരു അക്കൗണ്ട് ലഭിക്കും. എന്നിട്ട് അറ്റസ്റ്റിംഗ് ഓഫീസർ, ഇപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അറ്റസ്റ്റിംഗ് ഓഫീസറുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം. അറ്റസ്റ്റിംഗ് ഓഫീസറുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ പല ടാബുകൾ കാണാം. ഇതിൽ ഫസ്റ്റ് വൺ ഫേം രജിസ്ട്രേഷൻ, ഇവിടെ സെർച്ച് റെഫറൻസ് നമ്പർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോൾ മറ്റേ ഇവിടെ കിട്ടിയ റെഫറൻസ് നമ്പർ നമ്മൾ ഈ ഫീൽഡിൽ എൻ്റർ ചെയ്തുകൊണ്ട് സെർച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇതേപോലെ ഡിസ്പ്ലേ ആവും. അതായത് രണ്ടുപേരുടെ പേര്, പാർട്ട്നേഴ്സിൻ്റെ പേരും അതേപോലെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ആ റെഫറൻസ് നമ്പർ വാലിഡ് ആയിരിക്കുമ്പോൾ. എന്നിട്ട് ഡൗൺലോഡ് PDF ഫോർ അപ്ലൈയിങ് DSC എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു PDF വെർഷൻ ഡൗൺലോഡായി വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിജിറ്റൽ സിഗ്നേച്ചർ, അതായത് അറ്റസ്റ്റിംഗ് പാർട്ണർക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇവരുടെ തന്നെ ഗ്രൂപ്പ്സിൻ്റെ തന്നെ ഒരു യൂട്ടിലിറ്റി ഉണ്ട്. ആ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് യൂസർ സെറ്റിംഗ്സ് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ നമുക്ക് ഡൗൺലോഡ് സെറ്റപ്പ് ഉണ്ട്. അപ്പം ആ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രൂപ്പ്സിൻ്റെ ഒരു യൂട്ടിലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ വ്യൂ. ഇവിടെ നമ്മളുടെ ഇത് കാണാം. നമുക്കിവിടെ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ കണക്ട് ചെയ്തിട്ട് സിഗ്നേച്ചറിൻ്റെ ടോക്കണിൻ്റെ ടൂൾ റണ്ണിങ് ആണെന്ന് എൻഷുർ ചെയ്യുക. അഥവാ നമ്മളിത് കഴിഞ്ഞിട്ടാണ് ടോക്കൺ ടൂൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ വന്നൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടി ക്ലോസ് ചെയ്യുക, ടോക്കൺ ടൂൾ എടുക്കുക, സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന ഉറപ്പ് വരുന്ന ശേഷം എടുക്കുമ്പോൾ നമ്മളുടെ പേര് എന്തായാലും കാണിക്കും. എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ്റെ PDF ഡൗൺലോഡ് ആയത് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈൻ കൊടുക്കുമ്പോഴത്തേക്കും എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ സൈൻ കൊടുക്കുക, ടോക്കണിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈൻ ചെയ്ത കോപ്പി വേറെ ജനറേറ്റ് ആവും ആപ്ലിക്കേഷൻ്റെ. നമുക്ക് ഗ്രൂപ്പ്സിൻ്റെ യൂസർ മാനുവലിൽ കാണാം, ഇങ്ങനെ ഡിസ്പ്ലേ ആവും. അതേപോലെ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത PDF സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പിൻ എൻ്റർ ചെയ്യാൻ വരും. നമ്മൾ USB ടോക്കണിൻ്റെ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ സൈൻ ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി സൈൻഡ് എന്ന് കാണിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ PDF ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം അടിയിൽ നമ്മളെ സിഗ്നേച്ചർ വന്നിട്ടുണ്ടാവും. അപ്പോൾ സിഗ്നേച്ചർ ഇസ് വാലിഡ്. നിങ്ങൾ അരവിന്ദ് ആർ എന്ന് പറയുന്ന ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പവറുള്ള ആരെങ്കിലും ആയിരിക്കും ഇവിടെ സിഗ്നേച്ചർ കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൽ നമ്മളുടെ ആ നേരത്തെ നമ്മൾ ഈ അക്കൗണ്ടിൽ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും അവസാനം നമ്മൾക്ക് ബ്രൗസ് കാണും. അതായത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത കോപ്പി ബ്രൗസ് ചെയ്തിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും. ഈ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴേ നമ്മളുടെ ആപ്ലിക്കേഷൻ ഗ്രൂപ്പ്സിലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതായത് തിരുവനന്തപുരത്തെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഓഫീസിലേക്ക് ഫോർവേഡ് ആവുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഇത് അവിടെ നിന്ന് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ഗ്രൂപ്പ്സിലേക്ക് ഫോർവേഡ് ആയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഗ്രൂപ്പ്സിൻ്റെ സൈറ്റിൽ തന്നെ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഫേം രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ഫേം രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്സിൽ അപ്ലൈ ചെയ്യുന്ന ഒരെണ്ണത്തിൻ്റെ നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കാണിക്കും വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഡിസ്പ്ലേ ആവുന്നത് ഫേം രജിസ്ട്രേഷൻ ഇവിടെ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിന് പകരം നമ്മൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണിക്കുന്നത് പെൻഡിങ് വിത്ത് ഗ്രൂപ്പ്സ് ക്ലർക്ക് എന്ന് പറഞ്ഞായിരിക്കും ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴെങ്കിലും അവർ അപ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റാറ്റസ് ആവും ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ബൈ ഫേം രജിസ്ട്രാർ. അഥവാ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ റിജക്റ്റഡ് ബൈ ഫേം രജിസ്ട്രാർ എന്ന് കാണും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫയലിംഗ് പാർട്ണറുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്യുക. പിന്നെയും അറ്റസ്റ്റിംഗ് ഓഫീസർ കയറി പിന്നെയും അദ്ദേഹം അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പിന്നീടും ഈ രജിസ്ട്രേഷൻ ഫോർവേഡ് ആവുള്ളൂ.